ഹായ് ആൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ പോപ്പുലേഷൻ പ്രപ്പോർഷൻ എന്ന് പറയുന്ന സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന സമയത്ത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീൻ ടെസ്റ്റ് ചെയ്യുന്ന കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ആകെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് മാറി വരും. അതുപോലെ തന്നെ നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത് മ്യൂക്ക് പകരം ഇവിടെ വരുന്ന പാരാമീറ്റർ എന്തായിരിക്കും? പി ആയിരിക്കും. പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ആണ്. അപ്പോൾ പി ആണ് ഇവിടെ വരുന്ന പാരാമീറ്റർ. ആ ഒരു ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് ഇവിടെ വരിക. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ ഒക്കെ n ലാർജ് ആയതുകൊണ്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് വരാം. അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷനിലേക്ക് വരുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് നമുക്ക് വരാം. ലെറ്റ് പി ഡിനോട്ട് ദ proportion of individual or objects in a population who possess a specified property. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി ആണ്, ഈ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. കാരണം പി എന്ന് പറയുന്നത് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് പ്രപ്പോർഷനെയാണ്. ഫോർ എക്സാമ്പിൾ, കാർസ് വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഓർ സ്മോക്കേഴ്സ് വിത്ത് സ്മോക്ക് എ ഫിൽട്ടർ സിഗരറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാർ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ് എത്രത്തോളം ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ എയിൽ ഡിഫക്റ്റ് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുക. ആ പ്രോപ്പർട്ടി പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന ആൾക്കാർ എത്ര ശതമാനം ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇലക്ഷൻ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ എക്ക് എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ളതാണ് എയുടെ പ്രപ്പോർഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറയുന്ന വാല്യൂ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഒബ്ജക്ട് വിത്ത് ദ പ്രോപ്പർട്ടി ഈസ് ലാബിൾഡ് എ സക്സസ്, ദെൻ പി ഈസ് ദ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ്. എന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന രണ്ട് കാൻഡിഡേറ്റ്സ് ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ എക്ക് കിട്ടുന്ന വോട്ട് ശതമാനമാണ് നമ്മുടെ സക്സസ് ആയിട്ട് വരുന്നത്, നമ്മുടെ പ്രിഫറൻസ് എങ്കിൽ ആ സംഭവത്തിന് നമ്മൾ എന്തായിട്ട് വിളിക്കും? നമ്മുടെ സക്സസ് ആയിട്ട് വിളിക്കും. അപ്പോൾ എക്ക് കിട്ടുന്ന വോട്ട് ശതമാനത്തിൻ്റെയാണ് നമ്മൾ സക്സസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രപ്പോർഷനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? പി എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Test concerning P will be based on a random sample of size n from the population, provided that n is relatively small. N is relatively small compared to the population size. If n itself is large, both x and the estimator p cap is equal to x by n is approximately normally ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കേസ് തന്നെയാണ്. അതായത് n സ്മോൾ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ n ലാർജ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത് സാമ്പിളിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി കൊണ്ട് അല്ലെങ്കിൽ സ്മോൾ പി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ എ എന്ന് പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ശതമാനമാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാരെ എടുത്തിട്ടാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുന്ന പോലെ എനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ഈ സാമ്പിളിനോട് ചോദിച്ചിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രപ്പോർഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സാമ്പിൾ പ്രപ്പോർഷൻ എന്ന് വിളിക്കുക. അപ്പം n ലാർജ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാമ്പിൾ പ്രപ്പോർഷന് നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, n ലാർജ് ആവുന്ന കേസിൽ മാത്രം. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ പി ക്യാപ്പ് ആണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, സാമ്പിൾ പ്രപ്പോർഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പി ക്യാപ്പ് ആണ്. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ, അതായത് ടോട്ടൽ സാമ്പിൾ സൈസ്, അതിൽ ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന എണ്ണം അത്രയുണ്ട്, അതിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് സക്സസ് അല്ലെങ്കിൽ സക്സസ്സിലുള്ള നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണെന്നുള്ളതാണ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബൈ എൻ ആണ് പി ക്യാപ്പ്. ഇത് എന്താണ്, സാമ്പിൾ പ്രപ്പോർഷൻ ആണ്. n ലാർജ് ആവുന്ന കേസിൽ ഈ സാമ്പിൾ പ്രപ്പോർഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ പ്രപ്പോർഷൻ യൂസ് ചെയ്യുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് സാമ്പിൾ പ്രപ്പോർഷൻ്റെ വാല്യൂ യൂസ് ചെയ്യാം. എപ്പോൾ മാത്രം, n ലാർജ് ആവുമ്പോൾ മാത്രം.
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഗ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേസിൽ n ലാർജ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ വേണമെന്നില്ല, എന്ത് ചെയ്താൽ മതി, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാലും n ലാർജ് ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മക്ക് പകരം ആ എസിന്റെ വാല്യൂ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന n ലാർജ് ആണെങ്കിൽ സാമ്പിൾ പ്രപ്പോർഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോപ്പുലേഷൻ പ്രപ്പോർഷന്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ ആ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പം അതിൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ മീനിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അവിടെ പറഞ്ഞ അതേ ഐഡിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഐഡന്റിഫൈ ദ പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ ദി കണ്ടെക്സ്റ്റ് ഓഫ് ദി പ്രോബ്ലം സിറ്റുവേഷൻ. തന്നിരിക്കുന്ന പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുക. ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആയതുകൊണ്ട് പി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തീസിസ് ഫിക്സ് ചെയ്യുക. നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് നോട്ട് നേരത്തെ കേസിൽ നമുക്ക് എന്തായിരുന്നു, മീനാണ്, അത് പോപ്പുലേഷൻ മീനിനെ പറ്റിയാണ്, അതുകൊണ്ട് മ്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞു. ഇവിടെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആയതുകൊണ്ട് പി ഈക്വൽ ടു സം പി നോട്ട്, സം പർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, ദെൻ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് 3 രീതിയിൽ വരാം. ഒന്ന് H1 P ഗ്രേറ്റർ ദാൻ P നോട്ട്, അല്ലെങ്കിൽ H1 P ലെസ് ദാൻ P നോട്ട്, അല്ലെങ്കിൽ H1 P നോട്ട് ഈക്വൽ ടു P നോട്ട്. ഓക്കെ, ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് Z is equal to P cap minus P naught divided by root of P naught into 1 minus P naught divided by n. അല്ലെങ്കിൽ ഈ 1 minus P naught ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. P naught എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബിലിറ്റി സക്സസ് ആണ്. അപ്പോൾ P naught പ്ലസ് Q naught ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുക്കും, 1 ആയിട്ട് എടുക്കും. അപ്പോൾ Q naught ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 1 minus P naught. ഓക്കെ, കുറേ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് P naught തന്നെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യാപ്പ് മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ n ആണ്. റൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ റിജക്ഷൻ റീജിയൻ അഥവാ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ്. എന്താണ്, ഓരോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിനനുസരിച്ചിട്ട് അവിടെ പറഞ്ഞ അതേ രീതിയിലുള്ള ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ് ഇവിടെയും വരിക. കാരണം ഇതും എന്ത് ഫോളോ ചെയ്യുന്നതാണ്, സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. സോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് H1 P ഗ്രേറ്റർ ദാൻ P നോട്ട് ആണെങ്കിൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സെറ്റ് ആൽഫ അപ്പർ ടെയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ടെയിൽ ടെസ്റ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സെറ്റ് ആൽഫയാണ്. അതുപോലെ H1 P ലെസ് ദാൻ P നോട്ട് ആണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, Z ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് സെറ്റ് ആൽഫ ലോവർ ടെയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് H1 P നോട്ട് ഈക്വൽ ടു P നോട്ട് എയ്തർ Z ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സെറ്റ് ആൽഫ ബൈ 2 ഓർ Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സെറ്റ് ആൽഫ ബൈ 2. എന്താണ്, 2 ടെയിൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിന് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ വരിക. ക്രിട്ടിക്കൽ റീജിയൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പി നോട്ടിന്റെ വാല്യൂ, അതുപോലെ പി ക്യാപ്പിന്റെ വാല്യൂ, അതുപോലെ നമ്മുടെ എന്നിന്റെ വാല്യൂ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ Z വാല്യൂ കണ്ടെത്തുക. ഈ Z വാല്യൂവും നമ്മുടെ തന്നിരിക്കുന്ന ആൽഫ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ആൽഫ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2. ആ ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെറ്റ് ആൽഫയാണോ സെറ്റ് ആൽഫ ബൈ 2 ആണോ എന്നത് തീരുമാനിക്കുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻസ് കമ്പയർ ചെയ്യുക. അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ സെറ്റ് ലെസ് ദാൻ, ഇപ്പോൾ അപ്പർ ടെയിൽ ടെസ്റ്റിൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സെറ്റ് ആൽഫ ആണെങ്കിൽ എന്ത് ചെയ്യുക, H നോട്ട് റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ H1 ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, H1 റിജക്ട് ചെയ്യുക, അതായത് H നോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൺക്ലൂഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ റീജിയന് ആക്സെപ്റ്റൻസ് ആണോ റിജക്ഷൻ ആണോ എന്നുള്ളത് കമ്പയർ ചെയ്തതിന് ശേഷം കൺക്ലൂഷനിലേക്ക് എത്തുക. കൺക്ലൂഷൻ ആദ്യം മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമിലേക്ക് പറയാം, അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഈ ടെസ്റ്റ് പ്രൊസീജിയർ വാലിഡ് ആവണമെങ്കിൽ ഒരു ചെറിയൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. n ഇൻറ്റു പി നോട്ടിന്റെ വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 ആയിരിക്കണം. n ഇൻറ്റു 1 മൈനസ് പി നോട്ടിന്റെ വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 ആയിരിക്കണം. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എക്സാമിന് ചിലപ്പോൾ 3 മാർക്കിന് ഈ കണ്ടീഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം.
article Effect of Bottle Closure Type on Consumer Perception of Wine Quality reported that in a testing of commercial Chardonnays, 16 of 91 bottles were considered spoiled to some extent by cork associated characteristics. Does this data provide strong evidence for concluding that more than 15% of all such bottles are contaminated in this way, using a significance level 0.10? ഒരു വൈൻ ബോട്ടിൽ, ഒരു ടൈപ്പ് ഓഫ് വൈനാണ് ചാർഡോണിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈനിൻ്റെ ഒരു ടെസ്റ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റിങ്ങിൽ വന്നൊരു റിപ്പോർട്ടാണ്. എന്തോ ആവട്ടെ, ആ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ കുറേ വൈൻ ബോട്ടിൽസ് ഉണ്ട്. അതിൽ 16 ഓഫ് 91 സാമ്പിളിൽ 16 എണ്ണം നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് സ്പോയിൽ ചെയ്തിട്ടുണ്ട്, ഉപയോഗശൂന്യമായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 16 എണ്ണത്തിൽ 91 എണ്ണത്തിൽ 16 എണ്ണം സ്പോയിലായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഇവിടുത്തെ നമ്മളെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എത്രത്തോളം വൈൻ ബോട്ടിൽ സ്പോയിൽ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ശതമാനമാണ്. അതായത് നമ്മുടെ സാമ്പിൾ ഡാറ്റയിൽ 91 16 എന്ന് പറയുമ്പോൾ ഇവിടെ തന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 16 ഔട്ട് ഓഫ് 91, ദാറ്റ് ഈസ് 16/91 എന്ന് പറയുന്നത് നമ്മളെന്താ പി ക്യാപ് വാല്യൂ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, then does this data provide a strong evidence for concluding more than 15% of such bottles are, ഇവിടെ മോർ ദാൻ എന്ന് പറഞ്ഞ സംഭവം, മോർ ദാൻ 15% എന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊത്തം ഈ പറഞ്ഞിരിക്കുന്ന ബോട്ടിലുള്ള ടോട്ടൽ ഉള്ളതിന് 15% കൂടുതൽ, ഓക്കെ 15% കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ സ്പോയിൽ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഇവിടെ 15% ഓഫ് സച്ച് ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതായത് പോപ്പുലേഷനിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ടോട്ടൽ ഉള്ള 100%-ൽ 15% എന്താവുക, സ്പോയിലർ ആവുക. അപ്പോൾ അവിടെ വരുന്ന നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പി വാല്യൂ, പ്രപ്പോർഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താ, പി = 15%, ദാറ്റ് ഈസ് 15/100, ദാറ്റ് ഈസ് 0.15. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 0.15 ആണ്. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ ഈ പറഞ്ഞിരിക്കുന്ന 91 എണ്ണത്തിൽ 16 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, സ്പോയിലായി പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതാണ് നമ്മുടെ സാമ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് 15%, അതായത് 0.15 കൂടുതൽ എന്ത് ചെയ്യുന്നു, പ്രോബബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് കൺക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോർ ദാൻ എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ സൂചിപ്പിക്കുന്നതാണെന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. സോ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ വരാം. P = the true proportion of all commercial Chardonnay bottles considered spoiled to some extent by cork associated characteristics. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ, അതായത് ടോട്ടൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ അവർ ഉണ്ടാക്കുന്ന ചാർഡോണി ബോട്ടിലിൻ്റെ മൊത്തത്തിലുള്ളതിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സ്പോയിലർ ആവുന്നതിൻ്റെ ബോട്ടിലിൻ്റെ പെർസെൻറ്റേജിനാണ് പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് പാരാമീറ്റർ, ഇവിടുത്തെ കേസായിട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് പി ആണെന്ന് മനസ്സിലാക്കുക. അത് ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ H0 നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. H0 ഇവിടുത്തെ പാരാമീറ്റർ പി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15. ഈ 0.15 എടുക്കുന്നതിൽ കൺഫ്യൂഷൻ വരരുത്, കാരണം ഇവിടെ 15% ഓഫ് ഓൾ സച്ച് ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഓൾ സച്ച് ബോട്ടിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ. അവിടെ 15% സ്പോയിലർ ആവാനുള്ള സാധ്യതകളെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ 15% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതെന്തായി മാറി, പി എന്ന് പറയുന്നത് 0.15 ആയി മാറി. അതുകൊണ്ടാണ് H0 P = 0.15. അപ്പോൾ സ്വാഭാവികമായിട്ട് H1 എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും, എന്താണ്, P > 0.15. ഇതാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്കലി മാറ്റിയെന്ന് മാത്രം. H1 P > 0.15 ആണ് ഇവിടുത്തെ എന്ത് ചെയ്യുക, നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ദ അസേർഷൻ ദാറ്റ് ദ പോപ്പുലേഷൻ പെർസെൻറ്റേജ് എക്സീഡ്സ് 15%. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ദെൻ ഇതെല്ലാ പ്രോബ്ലത്തിനും ചെയ്യണമെന്നില്ല, ജസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് കൊണ്ട് ഒന്ന് ചെയ്തു നോക്കുന്നു. അപ്പോൾ ഇവിടുത്തെ P0 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ H0 P = P0 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ P0 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.15 ആണ്. സോ
n ഇൻറ്റു പി നോട്ട് എന്ന് പറഞ്ഞാൽ 91 ഇൻറ്റു 0.15 ദാറ്റ് ഈസ് എന്താണ് 13.65 ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണ്. ഓക്കെ, അതുപോലെ n ഇൻറ്റു ക്യൂ നോട്ട്, n ഇൻറ്റു ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 1 മൈനസ് പി നോട്ട്, അതിൻ്റെ വാല്യൂ എത്രയാണ് 77.35 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. സോ ലാർജ് സാമ്പിൾ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമുക്കറിയാം എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യാപ് മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ n ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ n ആണ്. n എന്ന് പറഞ്ഞാൽ എത്രയാ, n 16 ആണ്. അതിൽ എത്ര ബോട്ടിലാണ് നമ്മൾ സാമ്പിളിൽ സ്പോയിലായി പോയത്, 16 എണ്ണം, സോറി 91 ആണ് നമ്മുടെ സാമ്പിൾ സൈസ്. അപ്പോൾ അതിനകത്ത് 16 എണ്ണം എന്ത് ചെയ്യുന്നത് സ്പോയിലായി പോകുന്നുണ്ട്. അപ്പോൾ 16 ബൈ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ. ഓക്കെ, പി ക്യാപ്പ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പി ക്യാപ്പ് എന്ന് പറഞ്ഞ വാല്യൂ അതാണ്. പി നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് പി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ വാല്യൂ, 0.15 ആണ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ വാല്യൂ, ആ വാല്യൂ. അതുപോലെ തന്നെ നമുക്കറിയാം. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ അന്ന് ആ സ്റ്റാറ്റിസ്റ്റിക് എഴുതുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സ്പീഡ് എഴുതി പോകാൻ പറ്റും. ഓക്കെ, ദെൻ ദ ഫോം ഓഫ് എച്ച് എ ഓർ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് H1 എന്ന് ഡിനോട്ട് ചെയ്യാം, രണ്ടാലും കുഴപ്പമില്ല. എച്ച് എ ഇംപ്ലൈസ് ദാറ്റ് ആൻ അപ്പർ ടെയിൽഡ് ടെസ്റ്റ് ഈസ് അപ്രോപ്രിയേറ്റ്. അപ്പർ ടെയിൽ ടെസ്റ്റ് എടുക്കാനുള്ള കാരണം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്താണ്, പി ഗ്രേറ്റർ ദാൻ സം വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പി ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ എടുക്കുക, അപ്പർ ടെയിൽ ടെസ്റ്റ്. അവിടുത്തെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫയാണ്. സോ ഇവിടെ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫയാണ് നമ്മുടെ എന്ത് ക്രിട്ടിക്കൽ റീജിയൻ. ഇനി ആൽഫ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, യൂസിങ് എ സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് 0.10 എന്നുള്ളത് അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മളായിട്ട് ചൂസ് ചെയ്യണം. ചില സമയം അവർ ചിലപ്പം എന്ത് ചെയ്യില്ല, സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0.1 0.05 ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ അതെടുക്കാം. അവിടെ നിങ്ങൾക്ക് ആ വാല്യൂ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ആ സിഗ്നിഫിക്കൻസ് ലെവൽ മാറുന്നതിനനുസരിച്ചിട്ട് റിജക്ഷനും ആക്സെപ്റ്റൻസും മാറും. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ ഏതാണ്, സിഗ്നിഫിക്കൻസ് ലെവലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും 0.1 തന്നിട്ടുണ്ട്. അപ്പോൾ 0.1 തന്നത് കൊണ്ട് 0.1ലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ടെയിൽ ടെസ്റ്റിൽ 0.1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2.33 ആണ് നമ്മുടെ എന്ത് വാല്യൂ, സെഡ് ആൽഫ വാല്യൂ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതല്ല 0.1 ആണ്. 0.1 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും അത് 10% ആണ്. 10% ആണ് എന്ത്, 10/100 0.1. അപ്പോൾ 0.1ൽ നമ്മുടെ സെഡ് ആൽഫ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1.28 ആണ്. 2.33 അല്ല, അത് 0.01 വരുമ്പോഴാണ് കൺഫ്യൂഷൻ ആയതാണ്, ജസ്റ്റ് വിട്ടേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട വാല്യൂ എത്രയാണ്, സെഡ് ആൽഫ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.28 ആണ്. 1.28നേക്കാൾ കൂടുതൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വന്നാൽ H0 റിജക്റ്റ് ചെയ്യാം. ദെൻ നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് വരുന്നു. അപ്പോൾ പി ക്യാപ്പ് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 0.1758. ദെൻ ആ വാല്യൂ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ കൊടുക്കുന്നു. പി ക്യാപ്പ് മൈനസ് പി നോട്ട് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു ക്യൂ നോട്ട് ബൈ n ആണ്. ഇവിടെ പി ക്യാപ്പിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച 0.1758. പി നോട്ടിൻ്റെ വാല്യൂ നൾ ഹൈപ്പോത്തീസിസ് നമുക്ക് കിട്ടിയ 0.15. പിന്നെ പി നോട്ടിൻ്റെ വാല്യൂ ഇൻറ്റു 1 മൈനസ് പി നോട്ട് സ്വാഭാവികമായിട്ട് എത്ര വരും, 0.85 ഡിവൈഡ് ബൈ 91. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.65 ആണ്. സോ സെഡ് വാല്യൂ എന്ന് പറയുന്നത് 0.65. അപ്പോൾ 0.65 എന്ന് പറയുന്നത് എന്താണ്, 0.69. 0.69 എന്ന് പറയുന്നത് എന്തിനെക്കാട്ടിയും കുറവാണ്, നമ്മുടെ 1.28നേക്കാട്ടിയും കുറവാണ്. അതായത് സെഡ് വാല്യൂ ഈസ് ലെസ് ദാൻ സെഡ് ആൽഫ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് സെഡ് ലെസ് ദാൻ സെഡ് ആൽഫ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, H0 റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് H0. ആക്സെപ്റ്റ് H0 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പുതിയ ഈ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന ബോട്ടിലുള്ള 15% ഈ രീതിയിൽ സ്പോയിലർ ആയി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം H0 നമ്മളിവിടെ റിജക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ H0 ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് റിജക്റ്റ് ആവും, H1 റിജക്റ്റ് ആവും. എന്ന് വെച്ചാൽ കൂടുന്നുള്ളതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, H1 അസംഷൻ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, H0 ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ.
So since 0.69 less than 1.28, z less than z.10, z is not the rejection region at significance level. എപ്പോഴും ഫൈനൽ കൺക്ലൂഷൻ എഴുതുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ സ്പെസിഫൈ ചെയ്യുക, കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കൺക്ലൂഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, at a significance level 0.10 accept H naught, although the percentage of contaminated bottle in the sample somewhat exceed 15%, the sample percentage is not large enough to conclude that the population percentage exceed 15%. ഒന്നിക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ റിജക്ട് H1, that means ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, does not give enough confidence to reject H0. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ കൺക്ലൂഷൻ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ മെയിനായിട്ട് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് പഠിക്കുക, അതുപോലെ രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. മുന്നേ പോപ്പുലേഷൻ മീനിൻ്റെ പഠിച്ചു, ഇപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ പോപ്പുലേഷൻ പ്രപ്പോർഷൻ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. സ്റ്റെപ്സൊക്കെ സെയിം ആണ്, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം.